പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സ്നേഹിതരെ, ഒരു സങ്കല്പ കഥയുടെ സരസമായ നാടകീയ ആവിഷ്കാരണത്തോടെ ആരംഭിക്കാം. സ്വർഗത്തിൻ്റെ കവാടത്തിലെ കോളിംഗ് ബെൽ അമർന്നു. അകത്താകെ കോളിംഗ് ബെല്ലിൻ്റെ സ്വരമുയർന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ സൂക്ഷിക്കുന്ന പത്രോസ് അകത്തുനിന്ന് താഴിട്ട് പൂട്ടിയിരുന്ന സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു. അതാ ഒരു രാജ്ഞി നിൽക്കുന്നു. ഭൂമിയിൽ നിന്ന് വരുന്ന ഒരു രാജ്ഞി. ശിരസിൽ രാജകീയ കിരീടമുണ്ട്. കയ്യിൽ രാജകീയ ചെങ്കോലുണ്ട്. ശരീരമാകെ രാജകീയ മേലങ്കിയുണ്ട്. പത്രോസ് പറഞ്ഞു, ഇവയൊന്നും ഇതിനകത്ത് ആവശ്യമില്ല. ഇവിടെ ആവശ്യമുള്ളതൊക്കെ അകത്ത് നൽകപ്പെടും. അതുകൊണ്ട് ഈ ആടയാഭരണങ്ങളൊക്കെ അഴിച്ചു മാറ്റുവിൻ. രാജ്ഞി എല്ലാം അഴിച്ചു മാറ്റി അകത്ത് കടന്നു. പത്രോസ് ഇങ്ങനെ മുൻപേ പോയിക്കൊണ്ടിരുന്നു. പിന്നാലെ വരൂ എന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് ഈ രാജ്ഞിയുടെ മുൻപിൽ അങ്ങനെ നടന്നു. അപ്പോൾ ഫ്ലാറ്റുകൾ, വില്ലകൾ, നല്ല വീടുകൾ ഇവയൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങി അവസാനം തനിക്ക് കിട്ടാൻ പോകുന്ന വില്ല ഏതെന്നറിയാൻ, തനിക്ക് കിട്ടാൻ പോകുന്ന ഫ്ലാറ്റ് ഏതെന്നറിയാൻ, തനിക്ക് കിട്ടാൻ പോകുന്ന വീട് ഏതെന്നറിയാൻ കൗതുകത്തോടെ ഈ രാജ്ഞി നടന്നുകൊണ്ടിരുന്നു. അവസാനം ഓരമേഞ്ഞ ഒരു കുടിൽ, വെള്ളം ചോർന്നൊലിക്കുന്ന ഒരു കുടിൽ, അത് കാണിച്ചിട്ട് പത്രോസ് പറഞ്ഞു, അതാ നിങ്ങൾക്കുള്ള വാസസ്ഥലം. രാജ്ഞി സ്വരമുയർത്തി ചോദിച്ചു, ഭൂമിയിൽ രാജ്ഞിയായി ജീവിച്ച് എനിക്ക് ഒരുക്കി വച്ചിട്ടുള്ളതാണോ ഈ കുടിൽ, ചോർന്നൊലിക്കുന്ന ഈ കുടിൽ? പത്രോസ് പറഞ്ഞു, അതെ. ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളവിടെ നിന്ന് അയച്ചു തരുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ നിങ്ങൾക്കുള്ള വാസസ്ഥലം ഒരുക്കുന്നത്. നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഇത്ര കൊണ്ട് പണിയാവുന്നതേ അയച്ചു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇതുപോലൊരു കുടിലുണ്ടാക്കി. അതാണ് നിങ്ങളുടെ അവകാശം. അവിടെ നിങ്ങൾക്ക് താമസിക്കാം. ഞാൻ എൻ്റെ പറമ്പിൽ തെങ്ങ് കയറാൻ വന്ന ഒരു തൊഴിലാളിയെ കണ്ടു. തൊഴിലാളി തെങ്ങ് കയറ്റം ആരംഭിച്ചപ്പോഴേ കാക്കകൾ ചുറ്റും കൂടി ബഹളം വയ്ക്കാൻ തുടങ്ങി. മറ്റ് കാക്കകളെ കൂട്ടം കൂട്ടി. ഇയാൾ മുകളിലെത്തി ആ തെങ്ങിൻ്റെ തിരുജടയിൽ ഒരു കാക്കക്കൂടുണ്ട്. ആ കാക്കക്കൂട് തട്ടി താഴേക്കിട്ടു. ഞാൻ ചെന്ന് നോക്കി. ഏതാനും ചുള്ളിക്കമ്പുകൾ മാത്രം. നടുവിൽ സാധാരണ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളതും കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളതും ചകിരി നാരുകൊണ്ടും പഞ്ഞി കൊണ്ടുമൊക്കെ ഉണ്ടാക്കിയ സോഫ്റ്റ് കിടക്ക പോലെ ഉള്ള കൂടാണ്. മുട്ടയിടുമ്പോൾ പരുക്ക് പറ്റരുത്, കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകരുത്. പക്ഷേ ആ കാക്കക്കൂട്ടിൽ ഇതൊന്നും ഉണ്ടായില്ല. ആ ചുള്ളിക്കമ്പുകൾക്ക് നടുവിൽ കുറേ പ്ലാസ്റ്റിക് ചരടുകൾ, കുറേ പ്ലാസ്റ്റിക് നൂലുകൾ, അത് ചുരുട്ടിയും വളച്ചിയും വെച്ച് ഒരു മനോഹരമായ കൂടുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കാരണം അന്വേഷിച്ചു. ആ സ്ഥലത്ത് ഈ കാക്കകൾക്ക് ചകിരി നാരോ അതുപോലുള്ള കയറിൻ്റെ നാരുകളോ കിട്ടാനില്ല. അവിടെ ധാരാളം പ്ലാസ്റ്റിക് ചരടുകളുണ്ട്, ധാരാളം പ്ലാസ്റ്റിക് നൂലുകളുണ്ട്. കിട്ടാവുന്നത് കൊണ്ട് അവയൊക്കെ പെറുക്കിയെടുത്ത് അവരുടെ വിരുത് കൊണ്ട് മനോഹരമായ കൂടുണ്ടാക്കി. ഇതുപോലെ കിട്ടാവുന്നത് കൊണ്ട് കൂടുണ്ടാക്കുമ്പോൾ വരുന്ന പോരായ്മ ഇതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആശയം ഗ്രന്ഥ സുവിശേഷത്തിൽ വരുന്നത്, ആദ്യാശയം വിശുദ്ധ മത്തായി 6-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്ന്,
നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. ഭൂമിയിൽ നിക്ഷേപങ്ങൾ കണ്ടുവച്ചാൽ അത് കള്ളന്മാർ കവർന്നെടുക്കും, തുരുമ്പും കീടങ്ങളും നശിപ്പിക്കും. സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ കള്ളന്മാർ കവരില്ല, തുരുമ്പും കീടങ്ങളും നശിപ്പിക്കില്ല. രണ്ടാമത്തെ ആശയം, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ, കണ്ണിന് അന്ധകാരമില്ലെങ്കിൽ, തിമിരമില്ലെങ്കിൽ എല്ലാം വ്യക്തമായി കാണാം. കണ്ണിന് തിമിരമുണ്ടെങ്കിൽ, കണ്ണ് കുറ്റമുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ അന്ധകാരം നിറഞ്ഞതായിരിക്കും. മൂന്നാമത്തെ ആശയം, രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ നിനക്ക് സാധിക്കില്ല. രണ്ട് വിപരീത ദിശയിലുള്ള യജമാനന്മാരാണ്. ഒന്ന് ദൈവം, രണ്ട് മാമോൻ. ഈ മാമോൻ്റെ സ്ഥാനത്ത് നമുക്ക് പലതിനെയും പ്രതിഷ്ഠിക്കാം. ഒന്നുകിൽ സമ്പത്താകാം, അല്ലെങ്കിൽ സൗന്ദര്യമാകാം, അല്ലെങ്കിൽ അറിവാകാം. ഏതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം ദൈവത്തിനെതിരായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നുവോ അതാണ് മാമോൻ. അവർ രണ്ടുപേരെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. ഒന്നുകിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, എന്നിട്ട് മാമോനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ മാമോനോട് ചേർന്ന് നിൽക്കുക, എന്നിട്ട് ദൈവത്തെ ഒഴിവാക്കുക. ഈ അനുഭവത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കൊരു മൂല്യശ്രേണി ഉണ്ടാവണം. കുറേ മൂല്യങ്ങൾ നമുക്കുണ്ട്. ആ മൂല്യശ്രേണിയിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ദൈവത്തെ പ്രതിഷ്ഠിക്കുക. പിന്നെ ചിലപ്പോൾ ജീവിതസഖിയാകാം, പിന്നെ മക്കളാകാം, മരുമക്കളാകാം, പേരക്കുട്ടികളാകാം, സമ്പത്താകാം, ഒക്കെ അതിന് താഴെ. മറിച്ചുള്ളതൊക്കെയാണ് ഈ മാമോനെ സേവിക്കുക എന്ന് പറയുന്നത് കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇനി മത്തായി കാര്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ 25-ാം അധ്യായത്തിൽ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളുടെ അന്ത്യവിധിയുണ്ട്. ചുരുക്കി പറയാവുന്ന ആശയങ്ങൾ ഇതാണ്: എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ ഉടുപ്പിച്ചു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ സ്വീകരിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ പരിചരിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എപ്പോൾ? എൻ്റെ ചോദ്യം ഉയർന്നു. ഉത്തരം മുഴങ്ങി, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവിന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണത് ചെയ്തത്. മറുഭാഗത്ത് ഒരു ചോദ്യം ഉയർന്നു: നിങ്ങൾ നിത്യാഗ്നിയിലേക്ക് പോകുകയും. അപ്പോൾ കാരണം, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ പരിചരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ ഉടുപ്പിച്ചില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ സ്വീകരിച്ചില്ല. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നില്ല. എപ്പോൾ? എൻ്റെ ചോദ്യം ഉയർന്നു. ഉത്തരം മുഴങ്ങി, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെ ചെയ്യാതിരുന്നു. സരസമായൊരു സംഭവത്തിൽ അതോടെ അവസാനിപ്പിക്കാം. അത്ഭുത പ്രവർത്തകൻ എന്ന അപരാഭിധാനത്താൽ അറിയപ്പെടുന്ന വിശുദ്ധ അന്തോനീസ് പ്രവർത്തിച്ചൊരു അത്ഭുതം. സമ്പന്നനായൊരു മനുഷ്യൻ മരിച്ചു. മൃതസംസ്കാര ശുശ്രൂഷയിൽ വിശുദ്ധ അന്തോനീസ് പ്രസംഗിച്ചു, ഈ മനുഷ്യൻ്റെ ഹൃദയം ഈ ശവമഞ്ചരത്തിലെ മൃതശരീരത്തിലില്ല. ഈ മനുഷ്യൻ്റെ ഹൃദയം ഇയാളുടെ പണപ്പെട്ടിയിലാണ്. പണപ്പെട്ടി എവിടെയോ ആ പണപ്പെട്ടിയിൽ ഈ മനുഷ്യൻ്റെ ഹൃദയം ഇവിടുന്ന് തുടിക്കുന്നുണ്ടാകും. ഇഷ്ടപ്പെടാതിരുന്ന ഭാര്യയും മക്കളും ആ പണപ്പെട്ടി തുറന്നു നോക്കി. ഒരു മനുഷ്യ ഹൃദയം ഇരുന്നിങ്ങനെ ത്രസിക്കുന്നു, തുടിക്കുന്നു, സമ്പത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട്. ഇത് സങ്കല്പമാകാം, സംഭവമാകാം. സന്ദേശപ്രധാനമാണ്. സങ്കല്പമായാലും സംഭവമായാലും ഒരു മനുഷ്യൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും അവൻ്റെ ഹൃദയവും. നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കണ്ടെത്താം. തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്ത, കള്ളന്മാർ കവരാത്ത നിക്ഷേപം, സ്വർഗത്തിൽ അക്ഷയമായ നിക്ഷേപം സംഭരിക്കാൻ പരിശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ആമേൻ.